So road blocking festivals, is it legal? It's not legal. Madathin and the legal. The people should adjust to this. How far is it fair? They can conduct a festival in a temple. Why the road? Can I complain against it? If so, where? താങ്കളെ പോലെയുള്ള ഒരു ഭയങ്കര നിഷ്കളങ്കനായ ഒരു മനുഷ്യനോട് എനിക്ക് ഐ എം റിയലി എന്താ പറയുക, ശരിയാണ് താങ്കൾ പറയുന്നത് 100% ശരിയാണ്. കംപ്ലൈൻറ്റ് ചെയ്യേണ്ട എവിടെയാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യാം അതെല്ലാം ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ അടുത്തിടെ നിങ്ങൾ ഈ പറയുന്ന റോഡ് മുടക്കിയുള്ളതാണ് KSEB, ഇവിടെയുള്ള KSEB ഓഫീസിലേക്ക് ഞാൻ വിളിച്ച് ചോദിച്ചു. എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കറണ്ടില്ല, നല്ല ആവി എന്ന് പറഞ്ഞാൽ ഉഷ്ണം, കറണ്ടില്ല. അപ്പോൾ കറണ്ടില്ലാതായി കുറേ ഇതായപ്പോൾ എന്ത് സംഭവിച്ചു? ഇൻവേർട്ടർ, ഈ ലൈറ്റൊക്കെ ചിലപ്പോൾ ഇൻവേർട്ടറിൽ കുറേ നേരം നിൽക്കണമെന്നില്ല. അതില്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ ഇൻവേർട്ടർ നിൽക്കും. ഇൻവേർട്ടർ ഇതാവാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ എന്താണ് എന്ന് പറഞ്ഞ് ഒരു വണ്ടിക്കുതിര കൊണ്ടുവരുന്നുണ്ട് ഇതിൽ റോഡിൽ കൂടെ. നിങ്ങളുടെ അടുത്തല്ലേ ഉത്സവം, നിങ്ങളൊക്കെ അല്ലേ? ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെയാണ് ഉത്സവത്തിന്. എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങളെ ഇവിടെ ഞങ്ങളൊരു ക്ലയൻ്റ് അല്ലേ, നിങ്ങളുടെ കസ്റ്റമർ അല്ലേ, നിങ്ങൾ എന്താണ് സർവീസിങ്ങിന് മുടക്കിയ ഒരു കാരണം ഞങ്ങളെ അറിയിച്ചിട്ടും ഇല്ലല്ലോ മുന്നേ? അല്ല അത് അവിടുന്ന് വിളിച്ചു പറയുമ്പോൾ ഞങ്ങളെന്താ വേണം, ആളുകളുടെ ജീവൻ പോകുന്നില്ലേ? നമ്മൾ എന്ത് ജീവൻ പോകുന്നു? പുള്ളി ഇങ്ങനെ പറയുന്നത്. പുള്ളി ഉടനെ ഫോൺ അങ്ങ് വെച്ചു. ഞാൻ ഫോൺ വെച്ച് അപ്പോൾ തന്നെ ഞാൻ വീണ്ടും വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ വളരെ സൗമ്യമായിട്ട് തന്നെ ചോദിച്ചു. സൗമ്യ എന്ന് പറഞ്ഞാൽ സൗമ്യ എന്നുള്ള പേര് തന്നെ ഞാൻ അങ്ങിട്ടു. ഞാൻ പുള്ളിയുടെയൊക്കെ ഓരോ കാര്യം ചെയ്യും. പുള്ളി പറയുന്നത് അത് നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട്, പക്ഷേ ഞങ്ങൾ എന്താ വേണം? ഞാൻ പറഞ്ഞു നിങ്ങൾ സർവീസ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങളിത് എപ്പോൾ തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് അവർ പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഈ പറയുന്ന ഉത്സവ കമ്മിറ്റി പറയുന്ന അനുസരിച്ചാണോ ഇതെല്ലാം ചെയ്യുന്നത്? അത് നമ്മളോട് പറഞ്ഞപ്പോൾ ഒരു കാര്യമില്ല സാറേ, വേറെ മേളിൽ എന്ന് പറഞ്ഞ് അവരെ കൈ ഒഴിയുന്നു. ബട്ട് ഇത് നോക്കൂ, എത്ര ആക്ച്വലി ആദ്യം അവർ ദേഷ്യത്തോടെ പ്രതികരിച്ചു. നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞപ്പോൾ കൈ കഴുകുന്നു ഞങ്ങളായിട്ട് എന്ത്. അപ്പോൾ ഇതൊരു ആചാരമാണ്. ഇത്തരത്തിലുള്ള വയലൻസ് ഒരു ആചാരമാക്കിയ ഒരു സമൂഹമാണ്. അത് ഈ കറണ്ട് ഈ സമയത്ത് ഈ സമയത്ത് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ, പുതുതായിട്ട് വന്ന ന്യൂ അങ്ങനെയായിട്ടുള്ള കുട്ടികളുണ്ട്, അവർക്കൊക്കെ ഈ ചിലപ്പം വല്ലാത്ത അസ്വസ്ഥതയാണ്. പിന്നെ പ്രായമായവർ, അവർ ചിലപ്പം പേസ് മേക്കറോ അല്ലെങ്കിൽ ഓക്സിജൻ അങ്ങനെയൊക്കെയുള്ള കൃത്രിമ ശ്വാസോച്ഛ്വാസവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയുള്ള ഈ വീട്ടിൽ തന്നെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കെയർ യൂണിറ്റുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. രോഗികൾ, അത് എന്തൊരു ബുദ്ധിമുട്ടുള്ള സമയത്താണ് അത് എത്ര മണിക്കാണ്? ഉച്ചക്കൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരെ ഈ കെട്ടുകുതിര അങ്ങോട്ട് ഇറക്കും. കെട്ടുകുതിര ഇപ്പോൾ ഒരു സംഗതി ഉണ്ട്, ഒരു എന്തൊരു ഇടിവണ്ടി എന്ന് പറയുന്ന സാധനമുണ്ട്. ഭയങ്കര സ്പീക്കേഴ്സും എല്ലാം വെച്ചുകൊണ്ട് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയാണ് ഒരു വണ്ടിയുടെ. അത് പിരിക്കാനായിട്ട് ഇവന്മാരെന്ത് ചെയ്യും? റോഡിൽ ഇറങ്ങി ഇന്ന് അതിലേ പോകുന്ന വണ്ടികളെല്ലാം തടയും. എന്തെല്ലാം രീതിയിലുള്ള ദ്രോഹവും സാമൂഹ്യ ദ്രോഹമാണ് ഇവർ ചെയ്യുന്നവർ. എല്ലാം ഈ മതത്തിൻ്റെ ആചാരത്തിന് പറയും. ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്തി അയാൾക്ക് ഇല്ലാത്ത ആരോപണങ്ങളും എല്ലാം നടത്തി. നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നൊക്കെ പ്രഖ്യാപിച്ചു. എൻ്റെ വീട്ടിലേക്ക് മാർച്ച് എന്തിനാണ്? അത് ശബ്ദം ഭയങ്കരമായിട്ട് വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് മാത്രമേ പരാതിയുള്ളൂ. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, ഇറ്റ്സ് നോട്ട് എൻ ഈസി ബട്ട് സ്റ്റിൽ നിങ്ങൾ പരാതി പറയുക. പരാതികൾ തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറയുക, അതിൻ്റെ അടുത്ത ആളിനോട് പറയുക. ഈ പരാതികൾ ഒരു നോർമലായി മാറണം. ഇതിപ്പോൾ ആരും പരാതിപ്പെടാറില്ല. എല്ലാവരും പേടിച്ച് ഇവന്മാരുടെ കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പേടിച്ചു. അപ്പം ശരിയാണ്, ഞാൻ ആരെയും ഇങ്ങനെ അടി വാങ്ങിച്ചോളൂ അല്ലെങ്കിൽ ഈ അക്രമത്തിന് വിധേയമായിക്കോളൂ എന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങളെ തടി നഷ്ടപ്പെടുത്തി നിങ്ങൾക്ക് ഹാനികരമാകുന്നൊരു കാര്യം ഒരിക്കലും ചെയ്യാൻ ഞാൻ പറയില്ല, വ്യക്തിപരമായിട്ട് ഞാൻ പറയില്ല. ബട്ട് സ്റ്റിൽ സിവിലായി നമ്മുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മാന്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നത് സാധാരണമായി തീരുക. ഈ കംപ്ലൈനിങ് എന്ന് പറയുന്നത് നോർമൽ ആവുക. അപ്പോൾ പിന്നെ എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പോൾ ഇലക്ഷൻ സമയമായതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരെയൊക്കെ തീർത്തും മതത്തിനൊപ്പമാണ്. മതം ആവശ്യമില്ലാത്തവൻ പോലും മതത്തിൻ്റെ മേലം കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇലക്ഷനെയൊക്കെ നേരിടുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിൽ താങ്കൾ വളരെ നിഷ്കളങ്കമായി എന്നോട് ചോദിച്ചാണ് ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. താങ്കൾ ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എന്നിരുന്നാലും ആ ചോദ്യം വളരെ വാലിഡാണ്. മില്യൺ സോർട്ട് ട്രില്യൺ എന്നുള്ള ആളാണ്.
നിങ്ങൾ പരാതിപ്പെടുക. ശബ്ദത്തിൻ്റെ കാര്യം 112 വിളിച്ചു പറയുക. കറണ്ടിൻ്റെ കാര്യം KSEB. നിങ്ങൾക്ക് നിങ്ങളുടെ MP ഒക്കെ വിളിക്കും. നിങ്ങളുടെ MP, MLA, വാർഡ് മെമ്പറെയൊക്കെ വിളിക്കും. അവരൊക്കെ എന്ത് പറയുന്നതെന്ന് അറിയട്ടെ. ഇപ്പം നിരന്തരം ഒരു 10 പേര് വിളിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റും. ഇത് ഒരാൾ വിളിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ, നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചു. ഞാൻ ഇന്ന് നിർത്താൻ